ഇനി റുക്നുസ്സാനി, രണ്ടാമത്തെ റുക്ന് എന്തായിരിക്കും? തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണ് നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ റുക്ന്. തഹ്രീമുഹാ അത്തക്ബീറു വതഹ്ലീലുഹാ അത്തസ്ലീം. തക്ബീറോട് കൂടി പിന്നെ എന്തായി? എല്ലാം ഹറാമായി. അതിനു മുമ്പ് എന്ത് ചെയ്യാം? ഒരാൾക്ക് സംസാരിക്കാം, എനിക്ക് നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കാം, എനിക്ക് ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, കളിക്കാം, പഠിക്കാം, വായിക്കാം, ഉറങ്ങാം, എന്തു ചെയ്യാം. എന്നാൽ അല്ലാഹു അക്ബർ പറഞ്ഞ് തക്ബീർ കെട്ടുന്നതോട് കൂടി എന്തായി? സംസാരം, ഭക്ഷണം, വെള്ളം ഇതൊന്നും പിന്നെ പാടില്ല, ഹറാമായി. അതുകൊണ്ടാണ് എന്ത് പേര് വന്നത്? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പേര് വന്നത്. നിസ്കാരത്തിൽ സംസാരമില്ല. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാർ മദീന പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തിനിടയിൽ ഒരാൾ തുമ്മി. അപ്പോൾ തുമ്മിയപ്പോൾ വേറൊരാൾ എന്ത് ചെയ്തു? ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞു. ഇർഹമുക്കല്ലാ എന്താ അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ചൊല്ലേണ്ടത്? ഇർഹമുക്കല്ലാ, അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ. അപ്പോൾ സ്വഹാബിമാരൊക്കെ ഇയാളങ്ങനെ തുറച്ചു നോക്കുകയാണ്. മുആവിയത്ത് ബിനുൽ ഹക്കം അസ്സുലമി, അതാണ് ആ സ്വഹാബിൻ്റെ പേര്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബി പറയുന്നുണ്ട്, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമൻ മിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും നല്ലൊരു അധ്യാപകനെ ഞാൻ മുമ്പും കണ്ടിട്ടില്ല, ശേഷം കണ്ടിട്ടില്ല. എത്ര നല്ല നിലയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ പഠിപ്പിച്ചത്. വല്ലാഹി മാ കഹറനി, നബി എന്നെ തുറിച്ചു നോക്കിയിട്ടില്ല. വലാ ശതമനി, നബി എന്നെ ചീത്ത വിളിച്ചിട്ടില്ല. വലാ ദറബനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ അടിച്ചിട്ടില്ല. ആ തെറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. ഇത് നിസ്കാരാണ്. ഇവിടെ ജനങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റൂല? സംസാരിക്കാൻ പറ്റൂല. ഇത് തസ്ബീഹും തക്ബീറും ഖിറാഅത്തുൽ ഖുർആൻ്റെ ഒക്കെ സമയമാണ് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് തിരുത്തി കൊടുക്കാൻ. ഇത് തെറ്റ് തിരുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ചില ആൾക്കാരെ തെറ്റാണ്ട് തിരുത്തും. ഓന് വലിയ സംഭവമായിട്ട് കൊണ്ടടക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലായിരിക്കും ഓൻ നിൽക്കുന്നുണ്ടാവുക. നമ്മൾ ഒറ്റയടിക്ക് ഓനണ്ട് തട്ടി നിരപ്പാക്കി ഓൻ്റെ അഭിമാനത്തെ പിച്ച് ചീന്തി ഒന്നും അല്ലാതാക്കി തീർക്കും. അത് നമ്മുടെ മക്കളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളെ മക്കളാണെങ്കിലും അവരെ ചീത്ത പറയാനും അവരെ ശകാരിക്കാനും അവരെ തിരുത്താനൊക്കെ ഉള്ള അധികാരവും സ്വാതന്ത്ര്യമൊക്കെ നമുക്കുണ്ട്, വാപ്പാക്കും ഉമ്മാക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ മക്കൾക്കും നമ്മളെപ്പോലെ എന്തുണ്ട്? അഭിമാനമുണ്ട്. നമ്മളെ മക്കൾക്കും നമ്മളെപ്പോലെ അഭിമാനമുണ്ട്. നമ്മൾ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? തിരുത്തുക. ആളാകാൻ വേണ്ടി എന്ത് ചെയ്യരുത്? തിരുത്തരുത്. ഓനെ ഒന്ന് മൂലക്ക് ഇരുത്തണം എന്ന് വിചാരിച്ചിട്ട് തിരുത്തരുത്. നസീഹത്തോടു കൂടി, ഗുണകാംക്ഷയോട് കൂടി തിരുത്തണം. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നത്. എത്ര സംഭവങ്ങളുണ്ടെന്ന് അറിയോ നബി തെറ്റിരുത്തിയ? അത് നമ്മളെ വിഷയം. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് തിരുത്തി കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, നിസ്കാരത്തിൽ തുമ്മിയാൽ എന്ത് ചെയ്യാം? അൽഹംദുലില്ലാ എന്ന് പറയാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്നിട്ട് സ്വഹാബിമാർ എന്ത് ചെയ്തിട്ടുണ്ട്? തുമ്മിയപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നബി എന്ത് ചെയ്തിട്ടില്ല? വിലക്കിയിട്ടില്ല. അത് പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അതിന് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നബി സന്തോഷ വാർത്ത അറിയിക്കുക ചെയ്തത്. പിന്നെ എന്താ നബി പാടില്ല എന്ന് പറഞ്ഞത്? ഇർഹമുക്കല്ലാ എന്ന് പറയാൻ പറ്റൂല. അൽഹംദുലില്ലാ എന്നുള്ളത് എന്താണ്? അത് മനുഷ്യന്മാരോടുള്ള സംസാരമല്ല. എന്നാൽ ഇർഹമുക്കല്ലാ എന്നുള്ളത് എന്താണ്? അഭിസംബോധനയാണ്. അപ്പം ഞാൻ ഷാഫിഖാനോട് ഇർഹമുക്കല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ എന്നാണ്. അത് ഷാഫിഖാനോടുള്ള ഒരു അഭിസംബോധന, ഒരു സംസാരമാണ്. അപ്പോൾ അതെവിടെ പറ്റൂല? നിസ്കാരത്തിൽ പറ്റൂല. എന്നാൽ നിസ്കാരത്തിൽ ഒരാൾ തുമ്മിയാൽ അയാൾക്ക് എന്ത് ചെയ്യാം? അൽഹംദുലില്ലാ എന്ന് പറയാം. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞാൽ മതി. അത് ചിലപ്പോൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്നോ വേറെ ഏതെങ്കിലും ലോകത്തായിരിക്കും. നമ്മൾ അൽഹംദുലില്ലാ, തുമ്മിയുടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഓൻ ചിലപ്പോൾ എന്ത് ചെയ്യും? നിസ്കാരത്തിലായിരിക്കും ഓ ഇർഹമുക്കല്ലാ എന്നൊക്കെ അറിയാതെ ചിലപ്പോൾ പറഞ്ഞോ ഇരിക്കാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ മാത്രം കേൾക്കുന്ന ശബ്ദത്തിൽ എന്ത് ചെയ്യാം? അങ്ങനെ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാം എന്നാണ്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാം എന്താണ്? നിസ്കാരത്തിന് റുക്ന നമ്മൾ പറഞ്ഞു. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു അക്ബർ എന്ന് ചൊല്ലലാണോ അതോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ചൊല്ലി കൈ കെട്ടലാണോ? കൈ കെട്ടുന്നതിനാണോ തക്ബീർ എന്ന് അറിയാം? ചൊല്ലുന്നതിനാണോ തക്ബീർ എന്ന് അറിയാം? ഏതാണ്? ചൊല്ലിക്കെട്ടല. ചൊല്ലുന്നതിനാണ് എന്താ പറയാ? തക്ബീർ എന്ന് അറിയാം. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ തക്ബീർ ചൊല്ലലാണ്. തക്ബീർ ചൊല്ലലാണ് നിസ്കാരത്തിൻ്റെ റുക്ന്. കൈ കെട്ടൽ എന്താണ്? റുക്നാണോ? എന്താണ്? ജലീൽക്ക് പറഞ്ഞ തന്നെ
വാജിബല്ല, സുന്നത്താൻ. കൈ കെട്ടുക എന്നുള്ളത് സുന്നത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ അയച്ചിട്ടതായിട്ട് വന്നിട്ടില്ല. കൈ കെട്ടുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. എന്നാൽ ചില മദ്ഹബുകളിലൊക്കെ എന്തുണ്ട്, പിന്നെ നിങ്ങൾ പുറത്തു പോയ ആൾക്കാരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, കൈ കെട്ടാതെ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ നിസ്കാരം ബാത്തിലായി എന്ന് പറയണ്ട. കൈ കെട്ടുക എന്നുള്ള എന്താണ്, സുന്നത്താണ്. സുന്നത്തായ ഒരു കാര്യം അവരെ മദ്ഹബിൽ കൈ കെട്ടലുണ്ടാവില്ല. ഇനി അത് ഒഴിവാക്കിയാൽ തന്നെ എന്താണ്, സുന്നത്തായ ഒരു കാര്യമാണ്. സുന്നത്തായ ഒരു കാര്യം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മനഃപൂർവ്വം ഒക്കെ ഒഴിവാക്കിയാൽ എന്താണ്, അത് അയാളുടെ നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല. അപ്പം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആ തക്ബീർ ചൊല്ലലാണ് റുക്ന്. കൈ കെട്ടുക എന്നുള്ള എന്താണ്, സുന്നത്താണ്.